ശ്രീ ഗൗതം പത്മനാഭനുണ്ട്. അദ്ദേഹം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണവും വിലപ്പെട്ടതാണ്. ശ്രീ ഗൗതം പത്മനാഭൻ, സ്ട്രോങ് റൂമിൽ നിന്ന് സ്വർണം എടുക്കുന്നതും തിരികെ വെക്കുന്നതും ക്ഷേത്രത്തിലെ ഉദ്യോഗസ്ഥരുടെയും സുരക്ഷാ ചുമതലയുള്ള പോലീസിന്റെയും സാന്നിധ്യത്തിൽ ക്ഷേത്ര ഉദ്യോഗസ്ഥരെ പ്രതിനിധീകരിച്ച് മുതൽപ്പടി, അസിസ്റ്റന്റ് മുതൽപ്പടി, ഗാർഡ്, SI റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥർ, സ്ട്രോങ് റൂമിന്റെ താക്കോലുകളിലൊന്ന് പോലീസിന്റെയും മറ്റൊന്ന് മുതൽപ്പടിയുടെയും കയ്യിൽ, കുറഞ്ഞത് 2 പേർ ഒരുമിച്ച് അധ്വാനിച്ചാൽ മാത്രം സ്ട്രോങ് റൂം വാതിൽ തുറക്കാം. അങ്ങനെ നമുക്കറിയാം, ഒരു ക്ഷേത്രത്തിലും ഇല്ലാത്ത തരത്തിലുള്ള സുരക്ഷയുള്ള ഒരു സ്ഥലമാണ്. ആ സുരക്ഷയിലാണ് സ്വർണ്ണമുള്ളത്. അവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് താങ്കളെ അത്ഭുതപ്പെടുത്തുകയാണോ, അതോ താങ്കൾക്ക് ഇതങ്ങനെ പതിവാണ് എന്നുള്ള ബോധ്യമാണോ? തീർച്ചയായിട്ടും പതിവായിട്ട് അവിടെ നടക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇതൊരു തുടർക്കഥയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അന്ന് അമൈക്കസ് ക്യൂറി വന്നപ്പോഴും അദ്ദേഹം 35 ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്ത് ഇതെല്ലാം വിശദീകരിച്ച് പഠിച്ചതാണ്. അപ്പൊ കണ്ടുപിടിച്ച കാര്യങ്ങൾ ഞെട്ടിക്കുന്ന പലതുമായിരുന്നു. പക്ഷെ അതിനെയൊക്കെ ഇവിടുത്തെ ചില സ്ഥാപിത താല്പര്യക്കാര് മുൻ രാജകുടുംബത്തിന് വേണ്ടി വാദിക്കുകയും അവരെ സംരക്ഷിക്കുന്ന ഒരു രക്ഷാകവചം ഉണ്ടാക്കുകയൊക്കെയാണ് ചെയ്തത്. അതിന്റെ ഫലമാണ് നമ്മൾ ഇപ്പൊ കാണുന്നത്. കാരണം ഇതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഈ ജീവനക്കാരോ ഒന്നുമല്ല, ഇപ്പോഴത്തെ ഭരണസമിതിയും ക്ഷേത്ര ഉപദേശക സമിതിയുമാണ്. അതായത് മിസ്റ്റർ രാമവർമ്മയും മിസ്റ്റർ ആദിത്യവർമ്മയും പങ്കാളിത്തം ഉള്ള ഈ 2 സമിതികളാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. കാരണം അവരെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിശ്വസിച്ചിരിക്കുന്നത്. അപ്പൊ അവരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. നേരത്തെ താങ്കൾക്കറിയാം, ഇവിടുന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു പാത്രം പോയി. സ്വർണ്ണമാണോ വെള്ളിയാണോ എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അത് എടുത്തുകൊണ്ട് പോയ ആളെ ഹരിയാനയിൽ നിന്നാണ് അവസാനം നമ്മുടെ പോലീസ് കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം നടന്നിട്ടില്ല. അപ്പൊ ഇവിടെ നിന്ന് ഇതൊരു തുടർക്കഥയാണ്. മാത്രമല്ല, കുറെ കാലമായിട്ട് ക്ഷേത്രത്തിന്റെ താഴികക്കുടങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ്. സ്വർണ്ണ താഴികക്കുടങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ സ്വർണം പൂശാനാണെന്ന് പറഞ്ഞ സ്വർണം, അതിനെപ്പറ്റി ഒരു ഓഡിറ്റ് ഇല്ല. അത് എത്രയാണ് ക്വാണ്ടിഫൈ ചെയ്തിട്ടില്ല. അപ്പൊ അടിമുടി ഇവിടെ അഴിമതി നടക്കുകയാണ്. അതിന് ജീവനക്കാരെ മാത്രമല്ല, ഇതൊരു പൂർണ്ണമായ അന്വേഷണമാണ് വേണ്ടത്. പക്ഷെ ആദ്യം വിരൽ ചൂണ്ടുന്നത് ഇവിടുത്തെ മുൻ രാജകുടുംബത്തിനെയാണ്. അതായത് ഇപ്പോഴത്തെ കസ്റ്റോഡിയൻസ് ആണ്. അവരാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാനേജർ ഒന്നുമല്ല, അവരാണ് ക്ഷേത്രത്തിലെ ഷെബായത്ത് എന്ന ടേമാണ് കോടതി ഉപയോഗിച്ചിരിക്കുന്നത്. ദേ ആർ റെസ്പോൺസിബിൾ, ദേ ഷുഡ് ആൻസർ. ഈ താങ്കളുടെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു, ജോലി ചെയ്ത ആളാണ്. ഇതിന്റെയൊക്കെ നേരിട്ട് കണ്ട ആൾ കൂടിയാണെന്ന് തോന്നുന്നല്ലേ? അത് കണ്ട് മടുത്തിട്ടാണോ പുറത്തേക്ക് പോയത്? അല്ല, ഇവിടെ ഞാൻ ഈ കാര്യങ്ങൾ എല്ലാം കണ്ടു എന്ന് പറഞ്ഞാൽ, ഒരു സ്വർണ്ണ പണിക്കാരൻ ഇവിടെ വന്നതും അത് ഈ ചെറുചുറ്റം എന്ന് പറയുന്ന ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര വിഗ്രഹം ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് സ്വർണം തകിടുകൾ അവിടെ വെച്ച് വെൽഡ് ചെയ്യുന്ന കാര്യമൊക്കെയാണ് എന്നെ നിരീക്ഷിക്കാൻ പറഞ്ഞത്. ആ സമയത്ത് അത് ചെമ്പായിരുന്നു എന്നൊക്കെ കണ്ടതും ഇതെല്ലാം ഞാൻ വിശദീകരിച്ച് അമൈക്കസ് ക്യൂറിക്ക് കൊടുത്തതാണ്. എന്റെ അഫിഡവിറ്റ് തന്നെ സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാൻ വെറുതെ പറയുകയല്ല. പക്ഷെ അപ്പോഴൊക്കെ എന്നെ കരിവാരി തേക്കാനായിട്ട് അവിടെ ചില സ്ഥാപിത താല്പര്യക്കാരുണ്ടായിരുന്നു. അവരുടെ പിന്നിൽ മുൻ രാജകുടുംബമാണെന്ന് തന്നെയാണ് ഞാൻ അന്നും ഇന്നും കരുതുന്നത്. അതായത് കോടതി നിയോഗിച്ച ഒരു ഭരണസമിതി ഉണ്ടായിട്ടും അതിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ പ്രതിനിധികൾ ഉണ്ടായിട്ടും, അതായത് ലഭ്യമായ പരമാവധി അധികാരമുള്ള ഒരു ഭരണസമിതി ഉണ്ടായിട്ടും ഇതൊക്കെ സംഭവിക്കുന്നു എന്നത് എത്ര അത്ഭുതകരമാണ്. അവർക്കൊരു ഹോൾഡുമില്ല എന്നുള്ളതാണോ? അല്ല, ഇത് അത്ഭുതകരമൊന്നുമല്ല. ഇതിൽ കുറെ ഭക്തജനങ്ങൾക്കും ഇതിന് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ ശ്രീപത്മനാഭനാണ് രാജാവ് എന്ന് പറയുന്നത്, അല്ലാതെ ഏതാനും വ്യക്തികളെ താങ്കൾക്കറിയാം. അടുത്ത കാലത്ത് ഫേസ്ബുക്ക് കൂട്ടായ്മകളിലൂടെയൊക്കെ ചില വ്യക്തികളെ രാജാവാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഈ ഭരണസമിതിയിൽ ഞാൻ നേരത്തെ പരാമർശിച്ച 2 അംഗങ്ങൾ അവരും മുൻ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അംഗങ്ങളാണ്. ഇപ്പോഴത്തെ ഭരണസമിതി ഉപദേശക സമിതി അംഗങ്ങളുമാണ്. അവരെന്തേ മൗനം പാലിക്കുന്നു? അവരുടെ മൗനം വളരെ ദുരൂഹമാണ്. അവരാണ് ഇനി ഉത്തരം പറയേണ്ടത് ആദ്യം. എന്നിട്ട് ഒരു അന്വേഷണം പൂർണ്ണമായ രീതിയിൽ വരേണ്ടതാണ്. അത് അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു അന്വേഷണം നേരത്തെ വരേണ്ടതായിരുന്നു. 2 പേരും, വിനോദ് റായും ഗോപാൽ സുബ്രഹ്മണ്യവും അന്വേഷണം പറഞ്ഞിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അതെന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളത് എനിക്കറിയില്ല. തീർച്ചയായും നന്ദി. ശ്രീ മുൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയായ ശ്രീ പത്മനാഭൻ ഈ വിഷയത്തിൽ സംസാരിച്ചതിന്. ഗൗതം പത്മനാഭൻ അദ്ദേഹമാണ് സംസാരിച്ചത്. ഏതായാലും ഒരു കാര്യം ഉള്ളത്, പത്മനാഭസ്വാമി ക്ഷേത്രം, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്നുള്ളത് ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വൈകാരികമായ ഒരു കാര്യമാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ട് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഒരുപാട് ആളുകൾ വന്ന് പ്രാർത്ഥിച്ച് മടങ്ങുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. ഇവിടെ പത്മനാഭസ്വാമി മാത്രമാണ് ഇവിടെ അധികാരിയായി ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് ഈ ചർച്ചയുടെ ഉദ്ദേശ ലക്ഷ്യം. അക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയുമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ആളുകളൊക്കെ.
ഭക്തർക്ക് നീതി വേണം, പത്മനാഭസ്വാമിക്ക് നീതി വേണം, നമ്മുടെ സ്വത്തായ ലക്ഷോപലക്ഷം കോടി രൂപയുടെ സ്വർണത്തിനും മറ്റ് പണത്തിനും മറ്റും കൃത്യമായ പരിരക്ഷയും വേണം.